പാമ്പുകൾ പൂണ്ട് വിളയാടുന്ന ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ കഥ സിനിമകളിൽ കണ്ടാൽ നമ്മൾ ആസ്വദിക്കും. ഉള്ളിൽ എപ്പോഴും ഒരു ഭീതി ഉണ്ടാകും. അങ്ങനെ ഒരു ദ്വീപിൽ എത്തപ്പെട്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും? പിന്നെ ഓർക്കും, ഓ അതൊക്കെ വെറും ടെക്നോളജിയും സിനിമയും മാത്രമല്ലേ, ഇതൊക്കെ നടക്കാൻ പോകുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പാമ്പുകൾക്ക് താമസിക്കാൻ മാത്രമായി ഒരു ദ്വീപുണ്ട്. സംഭവം ഇവിടെ എങ്ങുമല്ല, അങ്ങ് ബ്രസീലിലെ ഒരു ഒറ്റപ്പെട്ട ഇടത്താണ്. എണ്ണിയാൽ ഒടുങ്ങാത്ത പാമ്പുകൾ, 6 അടിയോളം നീളമുള്ളവ മുതൽ വിവിധ തരം അളവ് കൂടിയതും കുറഞ്ഞതുമായ വിഷമുള്ളവർ. അങ്ങനെ പോകുന്നു സ്നേക്ക് ദ്വീപിലെ പാമ്പ് വിശേഷങ്ങൾ. എന്നാൽ ഒന്ന് പോയേക്കാം എന്ന് തോന്നിയിട്ട് കാര്യമില്ല. ബ്രസീലിയൻ സർക്കാർ സ്നേക്ക് ദ്വീപിലേക്കുള്ള യാത്ര ടൂറിസ്റ്റുകൾക്ക് വിലക്കിയിരിക്കുകയാണ്. അവിടെ പോയവരാരും തിരികെ വരാറില്ല എന്നത് തന്നെയാണ് കാരണം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പാമ്പ് ദ്വീപുകളിൽ ഒന്നാണ് ബ്രസീലിൽ ഉള്ളതെങ്കിലും ഇവിടെ ഉള്ളതിനേക്കാൾ മറ്റൊന്നും ഇത്ര പ്രശസ്തി നേടിയിട്ടില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ വിഷം വഹിക്കുന്ന ബോത്രോപ്സ് എന്ന ഇനത്തിൽപ്പെട്ട പാമ്പുകൾ ഈ ദ്വീപിൽ ധാരാളമായി ഉണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. പണ്ടൊരിക്കൽ ഈ ദ്വീപ് ആൾതാമസമുള്ള മറ്റ് പല ദ്വീപുകൾ പോലെ ആയിരുന്നത്രേ. ഇവിടുത്തെ മനുഷ്യരുടെ പ്രധാന കൃഷി വാഴയായിരുന്നു എന്നതിനും തെളിവുകളുണ്ട്. പക്ഷേ ഇവിടെ താമസിച്ചിരുന്ന ഏറ്റവും ഒടുവിലത്തെ മനുഷ്യനും ഓടി രക്ഷപ്പെട്ടതിന്റെ പിന്നിൽ പാമ്പുകളാണെന്നും ഇവിടെ വന്ന കടൽക്കൊള്ളക്കാരാണെന്നും കഥകളുണ്ട്. മനുഷ്യർ താമസിച്ചിരുന്നപ്പോൾ നിർമ്മിച്ച ലൈറ്റ് ഹൗസ് ഇപ്പോഴും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനുള്ള ബാറ്ററി മുതലായ കാര്യങ്ങളുമായി ഇവിടെ കടന്നു വരാൻ അവകാശം ബ്രസീലിയൻ നേവിക്കും പാമ്പ് ഗവേഷകർക്കും മാത്രമാണ്. അതിന് പ്രത്യേകം പാസുകളും നിർബന്ധം. ഇവിടെ താമസിച്ചിരുന്ന അവസാന മനുഷ്യരെ ചുറ്റിപ്പറ്റി പാമ്പ് ദ്വീപുമായി ബന്ധപ്പെട്ട് പല കഥകളുമുണ്ട്. ഇവിടെ വാഴപ്പഴം ശേഖരിക്കാൻ വന്ന കർഷകനെ പാമ്പ് കടിച്ചെന്നും അയാൾ വള്ളത്തിൽ കയറി രക്ഷപ്പെട്ടെങ്കിലും കുറച്ചു നേരത്തിനകം വള്ളം മുഴുവൻ രക്തം കൊണ്ട് നിറഞ്ഞെന്നും പറയപ്പെടുന്നു. മറ്റൊരു കഥ ലൈറ്റ് ഹൗസിലെ കാവൽക്കാരനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെയും ഒരിക്കൽ കാടിനുള്ളിൽ നിന്നും ഇഴഞ്ഞെത്തിയ പാമ്പുകൾ ആക്രമിച്ചെന്നും അദ്ദേഹവും കുടുംബവും ജീവനും കൊണ്ട് രക്ഷപ്പെട്ട അവസാന ആൾക്കാരാണെന്നുമാണ് മറ്റൊരു കഥ. ഇവിടുത്തെ അവസാനത്തെ ഗ്രാമവാസിയും അപ്രത്യക്ഷമാക്കപ്പെട്ടതോടെ ഇവിടം സർപ്പങ്ങളുടെ ദ്വീപായി. പക്ഷേ ഈ പാമ്പ് കഥ വെറും കെട്ടുകഥയാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകളും ഉണ്ട്. പണ്ട് കടൽക്കൊള്ളക്കാർ ഉണ്ടായിരുന്ന സമയത്ത് അവർ സ്വരൂപിച്ച കോടിക്കണക്കിന് രൂപയുടെ നിധി ഒളിപ്പിക്കപ്പെട്ട സ്ഥലമാണ് ഈ ദ്വീപുകളെന്നും പലരും വിശ്വസിക്കുന്നുണ്ട്. ഇതും പറഞ്ഞ് നിധി തേടി പല ആൾക്കാർ ഈ ദ്വീപിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ പോയവരാരും ഇതുവരെ തിരികെ എത്തിയിട്ടുമില്ല എന്നത് കഥയുടെ മറ്റൊരു സത്യമായി അവശേഷിക്കുന്നു. ഗവേഷകർ പറയുന്നത് ഏതാണ്ട് 4000 ഇനത്തിലധികം പാമ്പുകൾ ഈ കാട്ടിലുണ്ടെന്നാണ്. 110 ഏക്കറോളം പടർന്നു കിടക്കുന്ന ഈ ദ്വീപ് നിറയെ മരങ്ങൾ നിറഞ്ഞ വനവും പാറക്കൂട്ടങ്ങളും ചിലയിടങ്ങളിൽ പുൽത്തകിടുകളാലും മനോഹരമാണ്. അതായത് ഒന്ന് വരണമെന്ന് തോന്നിയാലും കുറ്റം പറയാനില്ല. എത്ര നിഗൂഢമാക്കപ്പെട്ട ഇടമാണെങ്കിലും ഇവിടെയും അത്യാവശ്യം രഹസ്യ നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നത് സത്യമാണ്. അപൂർവമായ പാമ്പുകളുടെ വിഷം ശേഖരിക്കാൻ ഇവിടെ സർക്കാരിന്റെ അനുവാദമില്ലാതെ കടന്നെത്തുന്ന മനുഷ്യർ നിരവധിയാണ്. പാമ്പ് വിഷം പല വലിയ അസുഖങ്ങൾക്കുമുള്ള മരുന്നിന്റെ ഭാഗമാണ്. ഇതിന് മരുന്നുൽപാദനത്തിൽ നല്ല ഡിമാൻഡ് ഉണ്ടായതുകൊണ്ട് ഔദ്യോഗികമായി അനുവാദമില്ലാതെ ദ്വീപിലെത്തി പാമ്പുകളെ പിടിച്ച് അവയുടെ വിഷമെടുക്കുന്നവർ നിരവധിയുമുണ്ട്.